ശ്രീ പി മമ്മിക്കുട്ടി 10 മിനിറ്റ് അങ്ങേക്ക് സംസാരിക്കാം. സാർ, കുഞ്ചൻ നമ്പ്യാരുടെ കവിതയിൽ പറയുന്നുണ്ട്, പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല. മനസ്സിലായില്ലേ? ആ രീതിയിൽ UDF-ൻ്റെ ആളുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ആളുകൾ ആശയദാരിദ്ര്യം വന്നതിൻ്റെ ഭാഗമായി എന്താണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ല. ഞാനതിനെ കൂടുതൽ വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വിൻസെൻ്റ് പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ മധുസൂദനൻ പറയണ്ടായി, ഞങ്ങളുടെ പാർട്ടി ഓഫീസൊന്നും കണ്ട് നിങ്ങൾ അസൂയപ്പെടണ്ട. നിങ്ങളിനി ഒരു 100 ജന്മം കഴിഞ്ഞ് ജനിച്ചാലും നിങ്ങൾക്കതിനൊന്നും സാധിക്കൂല. നിങ്ങൾക്കൊക്കെ നിരപ്പലകെട്ട ആസ്പീസിൽ കുത്തിരിക്കാനാണ് ഞങ്ങൾക്ക് യോഗം. മനസ്സിലായില്ലേ? ഇവിടെ പറഞ്ഞ കുറേ ആളുകളുണ്ട്, അല്ലാത്തയും കുറേ ആളുകളുണ്ട്. പ്രാദേശികമായി പാർട്ടി ഓഫീസുകൾ നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് പിരിച്ചിട്ട് ഫണ്ടുമില്ല, റെസീറ്റുമില്ല, ആളുമില്ല. വാപ്പ പത്തായത്തിലും ഇല്ല, അകത്തുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് കോൺഗ്രസിൻ്റെ റെസീറ്റും ഇല്ല, ഫണ്ടുമില്ല. മനസ്സിലായില്ലേ? ബഹുമാന്യനായ കരുണാകരൻ്റെ അവധിയല്ലേ? അതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ DCC-യിൽ 5 പേരെ നടപടി സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. ബാക്കി നടപടി സ്വീകരിക്കാൻ പറഞ്ഞാൽ എല്ലാവരും നടപടി സ്വീകരിക്കേണ്ടി വരും. പിന്നീട് ആ അധ്യായം ക്ലോസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ് ഉണ്ടാക്കുന്നത് കണ്ട് നിങ്ങൾ അസൂയപ്പെടേണ്ട. അത് CPI ആണെങ്കിലും CPM ആണെങ്കിലും ജനങ്ങളോട് ഞങ്ങൾ പൈസ ചോദിക്കും, ജനങ്ങൾ പൈസ തരും. അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആഫീസുകൾ ഞങ്ങൾ കെട്ടുന്നതെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? ആ കാര്യത്തിൽ അതിനെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. മറ്റൊന്ന്, 1957 അധികാരത്തിൽ വന്ന EMS-ൻ്റെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി CIA-യുടെ പണം ഇവിടെ ഉപയോഗപ്പെടുത്തിയെന്ന് അമേരിക്കൻ അംബാസഡറായ മൊയ്നിഹാൻ എഴുതിയ പുസ്തകത്തിൽ പറയേണ്ടതെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ ആ രൂപത്തിലുള്ള ഈ കാര്യങ്ങൾ, അതിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകൾ ഇപ്പോൾ അത്തരത്തിലുള്ള വിമോചന സമരം സംഘടിപ്പിച്ചുകൊണ്ടോ CIA പണം ഉപയോഗിച്ചുകൊണ്ടോ ഈ ഗവൺമെൻറ്റിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാമെന്നർത്ഥം അല്ലേ? 1957 അധികാരത്തിൽ വന്ന ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, നമ്മുടെ ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷമുള്ള നമ്മുടെ കാലാവധി അല്ലെങ്കിൽ കൊല്ലം പരിശോധിക്കുമ്പോൾ അതിൽ 69 സംവത്സരം പിന്നിട്ടു എന്നർത്ഥം. 57 EMS-ൻ്റെ ഗവൺമെൻറ്റിൻ്റെ വരവ്, പിന്നീട് അതിനുശേഷം നിങ്ങൾ പിരിച്ചുവിട്ടതിന് ശേഷം 59 വന്നു, 59 പിരിച്ചുവിട്ട് പിന്നെ 67 വന്നു. 67 വന്ന് 69 നിങ്ങൾ കൂറുമാറ്റം കാലുമാറ്റം സംഘടിപ്പിച്ചു, അതിനെ തകർത്തു. പിന്നീട് 1980-81 വന്നത് നായനാർ. അതിനുശേഷം പിന്നീട് 87 മുതൽ 91 വരെ അധികാരത്തിലിരുന്നു. പിന്നീട് വന്നത് 1996 മുതൽ 2001 വരെ അധികാരത്തിലിരുന്നു. പിന്നെ 2006 മുതൽ 2011 വരെ VS-ൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇരുന്നു. പിന്നീട് 16 മുതൽ 9 കൊല്ലപ്പോൾ തുടർച്ചയായിട്ട് ഭരിക്കുകയാണ്. അപ്പോൾ ഈ കാലാവധി കണക്കാക്കുമ്പോൾ 69 വർഷത്തെ ഈ അനുഭവമുള്ള ഈ കേരളത്തിൽ 29 വർഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലക്കുള്ള ഒരു ഭരണം നടന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? ആ 29 വർഷത്തിൻ്റെ ഒരു വികസനം, ബാക്കി നിങ്ങൾ 40 കൊല്ലം ഭരിച്ചതുമായി ബന്ധപ്പെട്ട വികസനം. നിങ്ങൾ 40 കൊല്ലം ഭരിച്ചില്ലായിരുന്നെങ്കിൽ കേരളം ഇന്നിപ്പോൾ എവിടെ എത്തിയിരുന്നു? നിങ്ങളിവിടെ കരുണാനിധിയുടെ കഥ പറഞ്ഞുകൊണ്ട് സ്റ്റാലിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു സ്റ്റാലിനെ കണ്ട് പഠിക്കുമെന്ന്. സ്റ്റാലിനെ കണ്ട് പഠിക്കാനൊന്നുമില്ല. 19 വർഷം മുമ്പ് കോൺഗ്രസിനെ തമിഴ്നാട്ടുകാർ ചവിട്ടി പുറത്താക്കി. കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അവിടെ ഭരണം വന്നത്. കരുണാനിധി ആണെങ്കിലും MGR ആണെങ്കിലേ ആ കോൺഗ്രസിനെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കരുണാനിധി ഉൾപ്പെടെയുള്ള ആളുകൾ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് അവരുടെ വികസനവുമായി ബന്ധപ്പെട്ട് കാര്യം വന്നിട്ടുള്ളത്. ഇവിടെ 29 കൊല്ലമാണ് ആ രൂപത്തിൽ നമ്മൾ ഭരിച്ചിട്ടുള്ളതെന്ന് അർത്ഥം. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ വസ്തുത മനസ്സിലാക്കാതെ തന്നെ ആക്ഷേപങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോൾ അത് നന്നായി എന്നല്ലേ നമ്മൾ പറയേണ്ടത്? അത് പറയുന്നതിന് പകരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അധിക്ഷേപിച്ചുകൊണ്ട് ഈ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. നിങ്ങളുടെ ബഹുമാന്യനായ അന്തരിച്ചു പോയ ഉമ്മൻചാണ്ടി സാർ, ഞാൻ ആക്ഷേപിക്കുകയല്ല, അദ്ദേഹത്തെ മറ്റു രൂപത്തിൽ വേണ്ട, ബഹുദൂരം അതിവേഗം അല്ലേ, അതിവേഗം ബഹുദൂരം ഈ കേരളത്തെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ജനങ്ങൾ പറഞ്ഞു ഇത്ര വേഗം ഇത്ര ബഹുദൂരമായാൽ പറ്റില്ല, നിങ്ങൾ അധികാരം നിന്ന് പോയിക്കോളൂ, കേരളത്തെ ഇങ്ങനെ അതിവേഗം ബഹുദൂരവും പുറകോട്ട് അടിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്
തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത്. അപ്പോൾ അതിവേഗം ബഹുദൂരവും ആ മുദ്രാവാക്യത്തോടുകൂടി കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ധനകാര്യ ബില്ലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെ അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യണം. ഇവിടെ 2025-26 സാമ്പത്തിക വർഷത്തേക്ക് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത് 1,52,152 കോടി 354 ലക്ഷം 1,52,350 കോടി കണക്ക് തെറ്റിയാണ്. 1,52,351.67 റവന്യൂ വരവ്. റവന്യൂ ചെലവ് 1,79,476 അല്ലേ? 27,124 കോടി റുപ്യ കമ്മിയാണ്, 5.3. അങ്ങനെയുള്ളൊരു ബഡ്ജറ്റിൽ അധിക വിഭവ സമാഹരണമായിട്ട് 366 കോടിയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതും കോടതി ചെലവും അതുപോലെ തന്നെ മറ്റ് നികുതിയുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ വാഹന ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായ ജനങ്ങൾക്ക് ബാധിക്കാതെ ബുദ്ധിമുട്ട് വരാതെ ഒരു ചെറിയ നികുതി വിഹിതം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിനും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാര്യം നടക്കുക? എല്ലാം കാര്യങ്ങൾ നടക്കണം എന്നത് കിട്ടിയത് പോരാ. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അവകാശവാദങ്ങൾ ഉന്നയിക്കാനും തർക്കമൊന്നുമില്ല. പക്ഷേ ഒരു ചെറിയ നികുതി വിഹിതം വർദ്ധിപ്പിക്കാൻ, പ്രയാസമില്ലാതെ നികുതി വിഹിതം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം നിലപാടും സ്വീകരിക്കുമ്പോൾ അതിനെ വിമർശിക്കണം എന്നുള്ളത് ശരിയാണ്. നിങ്ങളുടെ തൊഴിൽ അത് തന്നെയാണ്. ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിങ്ങൾ അവകാശവാദമൊക്കെ പറയണ്ടല്ലോ, 1,62 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒട്ടേറെ മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, പൊതു ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ചികിത്സ നൽകുന്ന സംസ്ഥാനം സൗജന്യ ചികിത്സ അല്ലേ? ഇപ്പോൾ സർക്കാർ ആസ്പത്രിയിലാണ് നടക്കുന്ന ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ, വാൾവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ, അതുപോലെ തന്നെ ലിവർ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ, കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ. സാധാരണ ഒരു സ്വകാര്യ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന കാര്യങ്ങൾ സർക്കാർ ആശുപത്രിയിൽ നടത്താൻ കഴിയുന്നൊരു സ്ഥിതിയില്ലേ ഇന്ത്യ രാജ്യത്ത് വേറെ എവിടെ നടക്കുന്നുണ്ട്? ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പള്ളിക്കൂടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെ. റോഡുകൾ അല്ലേ, കേരളത്തിലെ പൊതുമരാമത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റോഡുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് നേരെ കണ്ടാൽ ബോധ്യം വരുന്ന സത്യങ്ങളല്ലേ? ഈ കേരളത്തിൽ നിന്ന് ഒരു 10 വർഷം മുമ്പ് കേരളം വിട്ടുപോയ ഒരാൾ തിരിച്ച് കേരളത്തിലേക്ക് വന്നാൽ പഴയ സ്ഥലത്ത് തന്നെയാണോ ഞാൻ എത്തിയത് എന്ന് സംശയം തോന്നുന്ന രീതിയിലല്ലേ വികസനങ്ങൾ നടന്നിട്ടുള്ളത്? എല്ലാ നിലയിലും വികസനം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അതെല്ലാം നിഷേധിച്ചുകൊണ്ട്, ഇതെല്ലാം തന്നെ അപ്പാടെ നിഷേധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കമ്മ്യൂണിസ്റ്റുകാരെയും അധിക്ഷേപിക്കുക എന്ന് പറയുന്ന സ്ഥിരം തൊഴിലുമായി നിങ്ങൾ മുന്നോട്ട് പോകുക. ജനങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പദ്ധതിയുമായി അവർ മുന്നോട്ട് പോകട്ടെ. രണ്ടു കൂട്ടർക്കും മുന്നോട്ട് പോകാനുള്ള അവകാശങ്ങളുണ്ട്. കേന്ദ്രം നമുക്ക് അർഹതപ്പെട്ട വിഹിതം തരുന്നില്ല, അർഹതപ്പെട്ട വിഹിതം നികുതി വിഹിതം തരുന്നില്ല, പദ്ധതി വിഹിതങ്ങൾ തരുന്നില്ല, ഗ്രാൻറ്റുകൾ നൽകുന്നില്ല, ആവശ്യമായ കേന്ദ്രാവിഷ്കൃതമായ പദ്ധതികൾക്ക് അവർ പണം തരുന്നില്ല. എങ്ങനെ മുന്നോട്ട് പോകും? ഇവിടെ നികുതി അല്പം നികുതി വർദ്ധിപ്പിച്ചും ശരിയായ നികുതി വിരിച്ചും അതുപോലെ തന്നെ ധൂർത്തും അഴിമതിയും ഇല്ലാതാക്കിയും അങ്ങനെയാണ് ഈ ഗവൺമെൻറ് സ്വന്തം കാര്യം നിൽക്കാൻ കഴിയുന്ന ഒരു ശേഷി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ശേഷി ആർജിച്ച് പോകുമ്പോൾ നമ്മളിപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ് ഇവിടെ ദരിദ്രമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ശരിയായൊരു കാര്യമല്ലല്ലോ. കേരളം മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ പറയുന്നതല്ല. ലോകരാജ്യങ്ങളിലെയും അതുപോലെ തന്നെ ലോകത്തിൻ്റെയും സർവേകളുടെയും രാജ്യത്തിൻ്റെയും ആധികാരികമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടതല്ലേ? അത് നമ്മൾ അംഗീകരിക്കാതെ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിനുമെതിരായുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് ശരിയല്ല എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലേ, ഈ 1957 EMSൻ്റെ ഗവൺമെൻറ് വന്നപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് അല്ലേ? പല രൂപത്തിലുള്ള കൈക്കറികൾ ചെയ്തു, ഭരണഘടനാ വിരുദ്ധമായ നടപടി സ്വീകരിച്ച് ഗവൺമെൻറ് ഞങ്ങൾ തകർത്തു, കൂറുമാറ്റം സംഘടിപ്പിച്ചൊക്കെ പോട്ടെ. അന്ന് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് 67 ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ലോട്ടറി സംവിധാനം തുടങ്ങിയത്. നിങ്ങൾക്കറിയോ? ഭാഗ്യക്കുറി, അതുപോലെ തന്നെ ചിട്ടി. അപ്പോഴാണ് UDF-കാർ കോൺഗ്രസ്സുകാർ പറഞ്ഞത് EMSൻ്റെ ഗവൺമെൻറ് ഭാഗ്യക്കുറി നടത്തിയിട്ടും ചിട്ടി പിരിച്ചിട്ടുമാണ് ഈ ഗവൺമെൻറ് നയിക്കുന്നത് എന്ന് ആക്ഷേപിച്ചവരല്ലേ ഞങ്ങൾ. അങ്ങനെ ചിട്ടി ആരംഭിച്ചിട്ടും അതുപോലെ തന്നെ ലോട്ടറി നടത്തിയിട്ടും ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയി.
സാധ്യമാകുന്ന വിധത്തിൽ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു. അതിൻ്റെ തുടർച്ചയാണ് നേരത്തെ പറഞ്ഞ മാതിരി 29 വർഷങ്ങളാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടായത് എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വേവലാതിപ്പെടേണ്ട. അസൂയ അതുപോലെ തന്നെ കഷണ്ടി അങ്ങനെ പറയുന്നില്ല, കഷണ്ടിക്കും അസൂയക്കും മരുന്നില്ല എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നിങ്ങളുടെ ഈ അസൂയക്കും അതുപോലെ തന്നെ കഷണ്ടിക്കും അങ്ങനെ മരുന്നില്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ പോയാൽ പറ്റില്ല, കാര്യങ്ങൾ പരിഹരിച്ച് മനസ്സിലാക്കി കൊണ്ട് പോകണം എന്നാണ്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. മനോരമ ഇവിടെ പറഞ്ഞു, കുന്നമ്പള്ളി പറഞ്ഞു, ഞാൻ കൂടുതൽ കടന്നാക്രമിക്കില്ല. നിങ്ങൾ കടന്നാക്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. കടന്നാക്രമിക്കാനുള്ള ആശയങ്ങളും അതുപോലെ തന്നെ നിലപാടുകളും നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ മനോരമ നമ്മളെ കടന്നാക്രമിച്ചു. ശ്രീമാൻ ആന്റണി പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ 100 കൊല്ലത്തിൽ അധികാരത്തിൽ വരില്ല,